ആട് 3 അങ്ങനെ ഷാജിപ്പാപ്പനും പിള്ളേരും വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പം വന്നിട്ടുണ്ട്. 11/11 എന്തോ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ സമയത്തിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസ് ആണത് ഡയറക്റ്റ് ചെയ്യുന്നത്. വിജയ് ബാബുവും നമ്മുടെ വേണു കുന്നിപ്പള്ളി അവർ രണ്ടുപേരോടാണ് ഒരു വെഞ്ചറായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണ വരുന്നൊരു ജോണറിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടൊരു പീരിയോഡിക് സെറ്റപ്പ് കൂടെ ഉണ്ട് ഇതിനകത്ത്. സോ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടിട്ട് പറയാം. സോ ട്രെയിലർ കാണാം. ഫ്രൈഡേ ഫിലിംസ്. ആകാശത്തിനും അപ്പുറത്ത്. സാധാരണ ഉള്ള ഒരു നരേഷൻ സെറ്റപ്പ് അല്ല. എനിക്കൊന്ന് ഷാജിപ്പാപ്പൻ്റെ ക്യാരക്ടറല്ല, മറ്റേ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. നാഗത്താൻ പാലമാണ് ഇത്തവണത്തെ പരിപാടി. അയ്യോ, അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് അവിടെ വെച്ച് തന്നെ കളയുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രശ്നത്തിലോട്ട് വന്നു. ശശിവാ എല്ലാരും ഉണ്ടല്ലേ ഡ്യൂഡ്. ഈ മ്യൂസിക് ഇല്ലെങ്കിൽ പിന്നെ ഈ പടം എന്ത്? ഓ മമ്മൂക്കാരെ പറഞ്ഞിട്ട് ഓ അത് റെഫറൻസ്. എഡിറ്ററിനൊരു കുതിരപ്പോനുണ്ട്. എനിക്ക് ഏറ്റവും അത് ഞാൻ പറയാം അതിൻ്റെ ഒരു സെറ്റപ്പ്. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. മിഥുൻ മാനുവൽ തോമസ് ഫിലിം. വൺ ലാസ്റ്റ് റൈഡ് എന്നാണ്. പാർട്ട് 1. ഓക്കെ, ഇപ്പോൾ 2 പാർട്ട്. അയ്യോ, അതിൻ്റെ ഒരു സെറ്റപ്പ് പൊതുവേ എനിക്ക് ഈ പാർട്ട് 1 പാർട്ട് 2 ഇച്ചിരി പേടിയാണ്. പക്ഷേ ഇതിന് ഓൾറെഡി ആ ഒരു പ്രശ്നമില്ല. ഇതൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഫസ്റ്റ് പടം ഒഴികെ ബാക്കിയുള്ള ഒരു സക്സസ്. അതിന് സെക്കൻഡ് വന്നത് ഭയങ്കര ഒരു വിജയമായൊരു ഇതാണ്. പിന്നെ ഷാജിപ്പാപ്പൻ ആൻഡ് ടീമിനൊരു സ്പെഷ്യൽ ഫാൻ ഫോളോയിങ് ഉണ്ട് ഇവിടെ. പക്ഷേ എൻ്റെ ആ തുടക്കത്തിലുള്ളൊരു ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങി അതിൻ്റെ എൻഡിൽ തന്നെ അവരത് ഇതങ്ങനല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇതിനകത്ത് അത്ര വലിയ സീരിയസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വിജയ് ബാബു അദ്ദേഹം പറയുന്നൊരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആണ്. പക്ഷേ അവരെല്ലാം ക്യാരക്ടേഴ്സല്ല, ഈ പാസ്റ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ അവർ ചെയ്ത് കൂട്ടുന്നതും അവിടെ വരുന്ന സിറ്റുവേഷൻസ് എല്ലാം കോമഡി ആയിരിക്കുമെന്ന്. പിന്നെ അതിൻ്റെ ഒരു ബാക്കിയുള്ള നമ്മുടെ ഷാജിപ്പാപ്പൻ ആൻഡ് ടീമിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കിടിലനായിട്ട് അത് നമ്മുടെ പണ്ട് ലോകേഷ് പറയുന്ന പോലെ സെക്കൻഡ് ഹാഫ് എൻ്റെ ടെറിട്ടറിയാന്ന് പറയുന്ന പോലെ ആ ഒരു പോർഷൻ നമ്മുടെ മിഥുൻ അത് കിടുവാക്കും. പക്ഷേ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു മ്യൂസിക് അവർ ബ്ലെൻഡ് ചെയ്തിട്ടൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അത് കിഡു എന്ന് പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു
ജയസൂര്യ പടം നമുക്കൊരു പോയിന്റിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു പടമല്ല. അദ്ദേഹം ഉണ്ട്. ഷാജി പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ കൂടുതൽ. പക്ഷെ എന്നാൽ പോലും ഇതൊരു മൾട്ടി സ്റ്റാറർ പടമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ പാട്ടിനെ അവരത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പടത്തിൽ എസ്പെഷ്യലി ആ സമയത്തുള്ളൊരു കട്ട്സും അതൊക്കെ കിടുവായിട്ടുണ്ട്. പക്ഷെ എന്താണെന്നുള്ളത് ഇതൊരു ടൈം ട്രാവലാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആക്ച്വലി അതിനെപ്പറ്റിയുള്ളൊരു പരിപാടിയൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും പഴയ കാലവും പിന്നെ ഒരു പുതിയ കാലവും തമ്മിലൊരു കണക്ഷനുണ്ട്. എനിക്കൊന്ന് ആ പാലം വെച്ചിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു കണക്ട് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ബാക്കിയുള്ള സസ്പെൻസും എന്തൊക്കെയാണ് ട്വിസ്റ്റുകൾ, ടേണുകൾ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രിമിസസ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി തിയേറ്ററിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. മാർച്ച് 19-നാണ്. സോ മിഥുൻ മാനുവൽ തോമസ് ആൻഡ് ടീമിൻ്റെ എസ്പെഷ്യലി പറയേണ്ട നമ്മുടെ ജയസൂര്യ, അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 2022 ആണ് ഒരു തിയേറ്ററിലൊരു പടം റിലീസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഓർമ്മ. അത് അതിനു മുമ്പാണോ? അദ്ദേഹം ഈ കത്തനാറിൻ്റെ മറ്റേ നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹം ആടുജീവിതം ചെയ്ത സമയത്ത് കുറേ വർഷങ്ങളായിട്ട് ആ പടം തന്നെ ചെയ്ത് വരുന്ന. അപ്പോൾ എപ്പോൾ ചോദിച്ചാലും ആടുജീവിതം എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് കുറേ നാളായിട്ട് ജയസൂര്യ, അദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ സിനിമകൾ കണ്ടിട്ടില്ല, കുറേ നാൾ മാറിയിരിക്കുകയായിരുന്നു. പിന്നെ ഈ പടം ആക്ച്വലി അതിന് ശേഷം വന്ന്, പക്ഷേ ഇതാണ് ഫസ്റ്റ് വരുന്നത്. സോ കുറേ നാൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിനൊരു കിഡിലൻ സിനിമയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫാൻസിന് വേണ്ടിയിട്ട്, അതായത് ആട് ഫാൻസ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ഇവിടെ. സോ എസ്പെഷ്യലി ആ ടീം, എൻ്റയർ ടീം, ആട് ഷാജിപ്പാൻ മാത്രമല്ല, അതുള്ള എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനൊരു സെപ്പറേറ്റ്, ആ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സോ അവരെല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു എൻ്റർടൈനർ. സോ ഇതിനകത്തൊരു കുറച്ചൊരു ഫാൻറ്റസി എലമെൻ്റ് കൂടെ വന്നിട്ട്, ആക്ച്വലി ആട് ഫസ്റ്റിനൊരു ഒരു ഫാൻറ്റസി ഉണ്ട്, പക്ഷേ അത് നരേഷനിലങ്ങ് പോവുകയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആ ഫാൻറ്റസി നമ്മളെ കാണിച്ചിരുന്നൊരു പീരിയോഡിക്, അങ്ങനത്തെ പടങ്ങൾ നമ്മളധികം കണ്ടിട്ടില്ല. പീരിയോഡിക് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര സീരിയസ് ആയിരിക്കും സിനിമകളിൽ ആ പോർഷൻ വരുന്ന സമയത്ത്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കോമഡി സെറ്റപ്പ്. സോ നമ്മുടെ ഡ്യൂഡ്, അവരൊക്കെ, വിനായകൻ, അദ്ദേഹത്തിൻ്റെ ആ റെഫറൻസ് പരിപാടിയൊക്കെ കിള്ളായിട്ടുണ്ട്. എനിക്ക് ട്രെയിലറൊന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പടത്തിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് 19-ന് അറിയാം. കിടിലൻ ട്രെയിലറാണ്. നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു ട്രെയിലർ തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.